ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 718 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇയ്യോബ് 40 അധ്യായം 15 തിരുവചനമാണ്. ഞാൻ നിന്നെപ്പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയം ഉണ്ടല്ലോ. ഒരു കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന ദിനോസറുകളെ ഇന്ന് നമുക്ക് പരിചിതമാണ്. അതിൻ്റെ വലിപ്പത്തിന് മുമ്പിൽ നാം എത്ര ചെറുതാണ്. ഇയ്യോബിൽ പറഞ്ഞിരിക്കുന്ന നദീഹയത്തിനെ കുറിച്ചുള്ള വിവരണം സമാനമായ ഒരു തോന്നലാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അസാമാന്യ വലിപ്പവും അതിനൊത്ത ശക്തിയുമുള്ള ഈ അസാധാരണ സൃഷ്ടിയെ മെരുക്കുവാനായിട്ട് അതിൻ്റെ സൃഷ്ടാവിന് മാത്രമേ കഴിയുകയുള്ളൂ, മറ്റൊരാൾക്കും കഴിയുകയില്ല. ഇയ്യോബിൻ്റെ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയപ്പോൾ ദുഃഖവും പരിഭ്രാന്തിയും നിരാശയും അവൻ്റെ കാഴ്ചപ്പാടിനെ തടഞ്ഞു. അവൻ ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ദൈവം ഈ കാര്യങ്ങളൊക്കെയും ഇയ്യോബിനെ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കുവാൻ കഴിയുകയില്ല എന്നും ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരിയാണ് എന്നുമുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധ്യം അവന് ലഭിച്ചു. 42 അധ്യായം 2 തിരുവചനത്തിൽ ഇയ്യോബ് സമ്മതിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടന്നു വന്നേക്കാം. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരിയായിട്ട് അതിൻ്റെ മുകളിൽ ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ദൈവത്തിൽ മാത്രമാണ് ഞാൻ ശരണം പ്രാപിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം വരിക തന്നെ വേണം. പ്രിയമുള്ളവരെ, കാഴ്ചപ്പാടുകൾ മാറിപ്പോകാതെ ദൈവത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ദൈവമല്ലാതെ മറ്റൊരാൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.